ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഈവനിങ് റൂട്ടീന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ നോർമൽ വർക്കിംഗ് ഡേയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, എൻ്റെ ഈ ഈവനിങ് റൂട്ടീന് എന്നും ഒരേപോലെ ആയിരിക്കില്ല, എന്നും മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഇവിടെ എത്തുന്ന സമയം, വീട്ടിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് എത്തുന്ന സമയം പോലെ ആയിരിക്കും എൻ്റെ ഈവനിങ് റൂട്ടീൻ. ചില സമയത്തൊക്കെ ലേറ്റാവും. ഞാൻ സാധാരണ ഓഫീസിൽ നിന്ന് വരെ ഒരു 6:30 ആവുകയാണ്. ഇന്ന് ഞാൻ പുറത്ത് പോയത് തന്നെ കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ 7 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയാൽ ഉടൻ ആദ്യം എന്തെങ്കിലും ഫുഡ് കഴിക്കാനാണെന്ന് നന്നായിട്ട് വിശപ്പുണ്ടാവുമേ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കുമ്പോഴേക്ക് മാവുണ്ട്. അതുകൊണ്ട് ദോശമാവ് വെച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂട്ടത്തിൽ ജ്യൂസും ഉണ്ട്. അപ്പോൾ ജ്യൂസ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയത്. താങ്ക്സ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സർപ്രൈസായി. അപ്പോൾ അത് കുടിച്ചപ്പോൾ തന്നെ ഭയങ്കര റിലാക്സേഷനായി. എന്താ പറയുക, ഭയങ്കര ടയേർഡായിട്ട് വരുമ്പോൾ നല്ല തണുത്ത സാധനം കിട്ടുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നല്ലേ, അതുപോലെയായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മുടെ ദോശമാവിന് തണുപ്പൊക്കെ പോയതിന് ശേഷം ഞാനത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് മിക്സിയിൽ വെക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മാത്രമുള്ളത് ഉണ്ടാക്കിയാൽ മതി. അധികമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് എനിക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ജ്യൂസ് കുടിച്ചുകൊണ്ട് തന്നെ വേഗം ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചാൽ കുളിച്ച് വന്നിട്ട് നേരെ പോയി കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ വേഗം യൂണിഫോം പോലും മാറാണ്ട് വേഗം ദോശ ചുടുകയായിരുന്നു. അങ്ങനെ ദോശയ്ക്ക് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചിക്കൻ എന്തെങ്കിലും തട്ടിക്കുട്ട ചിക്കൻ കറി ഉണ്ടാക്കുക, ചിക്കൻ വെച്ചുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോയി. ഗൈസ്, കറണ്ട് പോയാൽ ചില സമയത്ത് ഇവിടെ വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറൊക്കെ എടുക്കും. ഇന്നെന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് കറണ്ട് വന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. ഞാൻ അപ്പോഴത്തേക്കും മെഴുതിരിയൊക്കെ കത്തിച്ച് ഞാൻ ബാക്കി പണിയൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് പെട്ടെന്ന് കറണ്ട് വന്നു, സമാധാനമായി. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചു. ചില സമയത്ത് അവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ അപ്പോൾ നമ്മുടെ ചിക്കൻ തട്ടിക്കൂട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൽ ആവശ്യത്തിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, വെരി മിനിമലായിട്ടുള്ള സാധനങ്ങളുള്ളത്. ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പൊടി ഐറ്റംസ്. അപ്പോൾ ഞാനിവിടെ ഒരു ഉള്ളി എടുത്തിട്ട്, ചെറിയൊരു ഉള്ളി. ഈ ക്വാണ്ടിറ്റിക്ക് അത് മതി. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിനെ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി. ഒരധികം മസാലയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്ക് മിനിമലായിട്ടുള്ള മസാലൈസ് മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല ചേർക്കാം, ഇല്ല ചിക്കൻ മസാല ചേർക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത്ര ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ഓൾറെഡി ഞാൻ ഉപ്പും മുളക് ഇതൊക്കെ ഇട്ട് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അധികം അലങ്കോലപ്പണിയൊന്നുമില്ല. അത് പെട്ടെന്ന് അതിലേക്ക് ഇടാം. ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പെട്ടെന്ന് കുളിച്ച് വന്നിട്ട് വേഗം ഭക്ഷണം എടുത്ത് ഒരു TV ഓണാക്കി. ഞാൻ എപ്പോഴും ഒരു സീരിയൽ മാത്രം കാണാറുണ്ട്, നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വന്ന് അത് ഇത്രയും ഉണ്ടാക്കിയില്ല കേട്ടോ ഞാൻ ക്വാണ്ടിറ്റി, അത്രയേ ഉള്ളൂ, എനിക്കത് മതി. അപ്പം ഇതൊക്കെ എടുത്ത് വന്ന് TV കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കും, റിലാക്സ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് ഒരു 9 മണി 9:30 ആകുമ്പോൾ സാധാരണ കിടക്കും. പിന്നെ എനിക്ക് ആദ്യം ഒരു 12 മണി ആ ടൈം എണീക്കാനുള്ളതാണ്, ഡോറ് തുറക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പെട്ടെന്ന് തുറക്കും. അപ്പോൾ ഒരു 12 മണി എൻ്റെ ഒരു ഉറക്കം കഴിയും. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ റൂട്ടീന്.
അപ്പോൾ ഇന്നത്തെ കാര്യം ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ എന്നെ തട്ടിക്കൂട്ട് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഇതിന് മുമ്പിട്ട വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.